ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ആരോഹി വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് മോർണിംഗ് വ്ളോഗ് തന്നെയാണ് കേട്ടോ. അപ്പോൾ എണീച്ച് വന്ന പാടെ ഞാൻ താഴത്ത് നനക്കാൻ പോയ സമയത്ത് മാങ്ങയ്ക്ക് പോയി, മാവിൻ ചൂട്ടിൽ പോയി 3 മാങ്ങയും കിട്ടിയിട്ടോ. അങ്ങനെയൊക്കെ പോയി വന്ന് അപ്പോൾ സമയം കുറച്ചായി, പിന്നെ വേഗം പോയി പുളിയൊക്കെ കഴിഞ്ഞ് അടുക്കളയൊക്കെ എത്തി. ഇനി ഞങ്ങളൊരു ഒരേ സമയത്താണ് എണീച്ചത്. ഇനി പത്തിരിയാണ് അനിയത്തി പത്തിരിക്ക് വാട്ടി കുഴച്ചത്. അപ്പം ഇനി കുറച്ചുള്ളൂ കേട്ടോ. അതുകൊണ്ട് കുഴക്കാൻ ഒരാൾക്ക് വേണ്ടി എന്താ പറയുക, ഒരാൾക്ക് കുഴക്കാൻ മാത്രമുള്ള ക്വാണ്ടിറ്റി ഉള്ളായിരുന്നു. അപ്പോൾ പിന്നെ കുഴച്ച് ഉരുളാക്കിയപ്പോഴേക്കും ഞാൻ വേഗം പ്രസ്സിലിട്ട് പരത്തി പൊടിയാട്ടി എടുക്കണം കേട്ടോ. അങ്ങനെയാണ് നമ്മളെ രീതി. എന്ന് വെച്ചാൽ പിന്നെ ടൈം ഒരുപാടാവില്ലേ അപ്പോഴേക്കും. അപ്പം ഞാനോളെ ആ കുഴക്കുന്ന സമയം കൊണ്ട് ഞാൻ വേഗം തേങ്ങ ചിരവിയാണ്ട് അത് വറുത്ത് വെച്ചിട്ടോ. കാരണം എന്തായാലും കുറച്ച് ചിക്കൻ കറി ബാക്കിയുണ്ട്. പത്തിരിക്ക് ആ ചിക്കൻ കറി വറുത്തരച്ച് വെച്ച കറിയാവും വിചാരിച്ചിട്ട് ഞാൻ വേഗം ആ പണി എടുത്തു. അത് വറുത്ത് വെച്ചപ്പോഴേക്ക് ഇത് കഴിഞ്ഞു, നമ്മളെ പത്തിരി ഉരുളാക്കി കഴിഞ്ഞിട്ടോ. അപ്പോൾ ഞാൻ വേഗം പ്രസ്സിലൊക്കെ ഇട്ട് സെറ്റാക്കി എടുക്കുന്നു. പത്തിരി കുറേ ദിവസമായി കുട്ടികൾ ഇങ്ങനെ പറയണത്, നമ്മൾ പിന്നെ കടി മാറിയൊക്കെ ഉണ്ടാക്കുകയൊക്കെ ചെയ്യും. പക്ഷേ എന്നാലും കുറച്ച് സമയം വരും. പിന്നെ പറയും വെക്കേഷനല്ലേ, സ്കൂൾ തുറക്കുമ്പോഴേക്കാരും നേരത്തെ നീക്കേൻ്റെ ഒക്കെ വരും. ഞാൻ പിന്നെ മാവിൻ ചൂട്ടൊക്കെ പോയോണ്ട് കുറച്ച് സമയം പിടിച്ചിട്ടോ. എനിക്ക് എന്തായാലും പൊതുവെ പത്തിരിപ്പണി കുറച്ച് എളുപ്പം തന്നെയാണ് കേട്ടോ. ചിലവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ പറയണേക്കാം. പിന്നെ എന്തായാലും ഈ പത്തിരിപ്പണീൻ്റെ ഒരു ശ്രദ്ധിക്കേണ്ട വശം എന്ന് പറഞ്ഞാൽ വെള്ളം പാകമായിട്ടില്ല അല്ലേ. ഞാൻ എപ്പോഴും ചിന്തിക്കില്ല, ഞങ്ങൾ വീട്ടിലത്തെ താത്ത പണ്ട് പറഞ്ഞത്, നമ്മളെ മലപ്പുറം സ്ലാങ് അങ്ങനെയൊക്കെയാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ കളിയാക്കല്ല, പിന്നെ കളിയാക്കാൻ മാത്രം എന്താണ്, എൻ്റെ നാടല്ലേ. കൊയ നന്നാവണം, കൊയ എന്ന് പറഞ്ഞ സംഭവം ഉണ്ടായിരുന്നു. ആ താത്തപ്പത് കേൾക്കുന്നുണ്ടെങ്കിൽ വരെ മനസ്സിലാക്കും. ഞാൻ തമാശ പറഞ്ഞു കേട്ടോ, ഓരോ കുറ്റം പറഞ്ഞൊന്നുമല്ല. അപ്പോൾ താത്ത പറഞ്ഞ പോലെ തന്നെ പത്തിരി അസുണ്ടെങ്കിൽ അതിൻ്റെ വെള്ളം പാകമായി ആ കുഴ നന്നാവണം. കുഴച്ച് നന്നായെങ്കിൽ മാത്രമേ പത്തിരി നന്നാവുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ ചുടുമ്പോൾ പൊട്ടിപ്പോവുകയും ചെയ്യും. ഒരു മണിക്കൂർ കഴിയുമ്പോഴേക്കും ഈ പത്തിരി ആകെ ബലം വെച്ച് വിണ്ട് കയറാൻ തുടങ്ങും. അപ്പോൾ ഞാൻ അതൊക്കെ പ്രസ്സിലിട്ട് പരത്തി പൊടി തട്ടിയെടുത്തു. പിന്നെ വേഗം ഇനി നമ്മൾ വറുത്ത് തേങ്ങ തണുത്തണം കേട്ടോ. അപ്പോഴേക്കാൻ ഇന്നത്തെ കറി ഉണ്ടല്ലോ, അതൊന്ന് ചൂടാക്കി അതിൽ വറുത്ത തേങ്ങ സെറ്റാക്കി. കുറച്ച് കറി മതി. കറി പിന്നെ ദീപൂട്ടിന് മാത്രമേ കറീൻ്റെ കുറച്ച് അസ്കിയതുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ പിന്നെ ഇങ്ങനെ ഒപ്പിച്ച് തിന്നും. അപ്പോൾ നല്ലോണം കറി വേണം. പിന്നെ എനിക്ക് തോന്നിയിട്ടോ, അങ്ങനെ വെള്ളം കുറച്ച് കൂട്ടി വെച്ചുകൊണ്ട് മസാല കുറച്ച് കമ്മിയുണ്ട് തോന്നിയിട്ട് ഞാൻ കുറച്ചും കൂടി ചിക്കൻ മസാലയും കുറച്ച് കറിവേപ്പിൻ്റെ ഇട്ടിട്ടോ അതിന് മുകളിൽ കൂടെ. എന്നിട്ടൊന്ന് ഇളക്കി വെച്ച് കുറച്ച് ഉപ്പ് ഇട്ടു. അപ്പോൾ അത് നമ്മൾ ഫൈനൽ കറീൻ്റെ ലുക്ക്. കറിയൊക്കെ ഉണ്ടോ, കറിയൊക്കെ അപാര ടേസ്റ്റ്. പിന്നെ അന്തരം കുട്ടികൾക്കൊക്കെ ചായ കൊടുത്തു, ഞാനും ചായ കുടിക്കാനിരുന്നു. ഇന്നത്തെ പിന്നെ ചെറിയൊരു വ്ളോഗാണ് കേട്ടോ. എന്താ വെച്ചാൽ ഈ 15-20 മിനിറ്റൊക്കെ ആയിട്ട് എൻ്റെ ഫോണിൽ സേവ് ആവില്ല. അപ്പോൾ സ്റ്റോറേജ് കുറച്ച് കുറവാണ്. അപ്പോൾ കണ്ടോ, മക്കളൊക്കെ ഞാൻ സെറ്റാക്കി ഒരുക്കി നിർത്തിയെന്ന് വെച്ചാൽ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു കുടിയിരിക്കലുണ്ട്, ഹൗസ് വാമിങ്. അപ്പോൾ അതിനെല്ലാവരും കൂടി പോകുന്നുണ്ടെന്ന് പറഞ്ഞാൽ അമ്മേൻ്റെ കൂടെ. അപ്പോൾ അവരൊക്കെ സെറ്റാക്കി ഒരുക്കി റെഡി മണി സുന്ദരി കുട്ടികളാക്കിയാണ്ടേ അമ്മേൻ്റെ കൂടെ വിട്ടാണ് ഞാൻ. ഒരു ഭക്ഷണം കഴിച്ചിട്ട് വരട്ടെ വിചാരിച്ചു. ജിത്തുവിനെ വിളിച്ച് പറഞ്ഞു അവർ വിടണം കേട്ടോ എന്ന് പറഞ്ഞു. പിന്നെ ഒരു പോയിട്ട് വരട്ടല്ലേ. ഞങ്ങളൊക്കെ പോകേണ്ട പരിപാടിയൊക്കെ തന്നെയാണ്. എല്ലാ പരിപാടിക്കും നമ്മളെല്ലാവരും പങ്കെടുക്കണം. പക്ഷെ എനിക്ക് കാശിപ്പിനെ കൊണ്ട് പോകാൻ ഇതിനൊക്കെ റിസ്ക്കാണ്. പിന്നെ ഞാൻ താഴത്തേക്ക് ഇറങ്ങിയിട്ടോ. കാരണം അവിടെ പണിക്കാരുണ്ടെന്ന് പറഞ്ഞ പണിക്കാരിങ്ങനെ വിളിക്കുന്നതുകൊണ്ടേ ഇടയ്ക്കിടയ്ക്ക് ചെല്ലണം. അപ്പം ഞാൻ കാശിക്കുട്ടനെ ആടിൻ്റെ കൂട്ടിൽ കുറച്ച് എടുത്തിട്ട്, കാരണം ഇപ്പം ഈ സ്ഥലത്തേക്ക് ഞാൻ വീട്ടിലേക്ക് ഇറങ്ങുമ്പോൾ ഓൻ ഇവിടെ കാരണം ദൂരെ തന്നെയാണ്. പിന്നെ ആടുമായിട്ട് ഭയങ്കര പരിചയമായിട്ട് കുട്ടിക്ക് പേടി അത്രയൊന്നുമില്ല. പിന്നെ ഇപ്പം ഒന്നും കൂടി പേടി തുടങ്ങിയിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ഈ പെണ്ണാട് കുത്താൻ തുടങ്ങിയിട്ട് അതുകൊണ്ട് ഓന് ചെറിയൊരു പേടിന്. മറ്റേതോ അതിൻ്റെ ചെവി പിടിച്ചിട്ടും പാല് കറന്നിട്ടൊക്കെ പിന്നാലെ കൂടുകയാണ്. അപ്പോൾ കുറച്ച് പേടിയാണ്. അപ്പോൾ നമ്മളെ ചോറൊക്കെ രാവിലെ തന്നെ ആയിരുന്നു കേട്ടോ. പണിക്കാരുണ്ട് പറഞ്ഞില്ലേ, കറി വെച്ചിട്ടില്ല. അപ്പോൾ ഇനി ഇന്ന് കറി വെക്കണം ഞങ്ങളെ കാണിക്കുന്നില്ല. എന്താ വെച്ചാൽ എന്നൊന്ന് കാണിക്കാൻ എനിക്കൊരു ബുദ്ധിമുട്ട്. കർമൂസ പതിവ് പോലെ അരച്ച് വെക്കട്ടെ, വേറെ ഒന്നുമില്ല വെക്കാൻ. പിന്നെ ഇപ്പോഴത്തെ ചിരകണ തേങ്ങ എന്തിനറിയും, രാവിലെ മാങ്ങയ്ക്ക് പോയി കിട്ടിയ മാങ്ങകളിലെ 2 പഴുത്തൊന്ന് പച്ചയാണ്. ആ പഴുത്തേൻ്റെ കഥയൊക്കെ ഇനി പറയാനിരിക്കണുള്ളൂ കേട്ടോ. അത് വമ്പ ടിസ്റ്റ്. അപ്പോൾ അതിൽ ഉള്ള പച്ച ഉണ്ടല്ലോ, അത് ചെറുങ്ങനെ ചെനച്ച് തുടങ്ങിയിട്ടുള്ളൂ. പക്ഷെ വലിയ പഴുപ്പൊന്നും ആയില്ല. അപ്പം ഞാൻ അത് കൂട്ടിയൊരു ചമ്മന്തി എടുക്കുക വിചാരിച്ചു. വേറെ ഒന്നും ഇല്ല കേട്ടോ. നോൺ വെജ് ഒന്നും കിട്ടിയിട്ടില്ല. ഞാൻ മീൻ വാങ്ങാൻ വേണ്ടി ഇറങ്ങിയിട്ടില്ല.
ഇറങ്ങാനൊന്നും മതി പണിക്കാർ സമ്മതിക്കുന്നില്ല. ഓരോന്ന് കട്ട് ചെയ്യുമ്പോൾ പിടിക്കുമ്പോൾ ഒക്കെ വിളിക്കണം ഒരു വന്ന് നോക്കാണ്ട് പറഞ്ഞിട്ട് കാര്യം കേട്ടോ. കാരണം നമുക്ക് പിന്നെ അത് വേണ്ടെന്ന് പറഞ്ഞ ഒരു ബുദ്ധിമുട്ടല്ലേ. പിന്നെ രണ്ടും കളിയിലും നനയ്ക്കാനൊക്കെ ഇറങ്ങുകയാണ്. പിന്നെ എന്താ വെച്ചാൽ കാശിക്കുട്ടിനൊക്കെ തീർത്തൽ നടക്കുന്നത്. ഇപ്പോൾ കണ്ടച്ചക്കൻ കരഞ്ഞാണ്ട് പിന്നാലെ നടക്കും കേട്ടോ. എന്നാൽ ഞാൻ ഭക്ഷണം കൊണ്ടുവന്ന് ഉറക്കണം. അത് ഉറക്കുമ്പോഴേക്കിട്ട് പണിക്കാരെ ഫുഡിൻ്റെ സമയം കഴിച്ച് പരിപാടി കാട്ടണം. ഈ ഒരു കോവയ്ക്കൻ്റെ ഇളയ കോവയ്ക്ക് പറിച്ചൊരു 10 പറിച്ച് ഉപ്പേരിയൊക്കെ എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ വിചാരം പാടെ ഉപേക്ഷിച്ചു. കാരണം കാശിക്കുട്ടിന് ഒരു തരത്തിൽ നിൽക്കുന്നില്ല, പെരും കരച്ചിൽ. അപ്പം ഇതുപോലെ ബുദ്ധിമുട്ടിച്ചാക്കി കഴിഞ്ഞാൽ ചങ്ങായിക്കാകെ ദേഷ്യം വരും. അപ്പോൾ ഞാനിനി പഴുത്ത മാങ്ങ ഉണ്ട് പറഞ്ഞില്ലേ, പഴുത്ത മാങ്ങനെ ഒന്ന് എത്തിയിട്ടോ കണ്ടില്ലേ, പുഴുകൊണ്ട് പെരും പുഴു കേടാണ്. വെറുതെ പെറുക്കി കൊണ്ടുവന്നു. ഇനി നാളെ രാവിലെ പോയി നോക്കണം എങ്ങനെയുണ്ട് സ്ഥിതിന്ന് അറിയാമല്ലോ. അപ്പോൾ അതൊക്കെ കളഞ്ഞ് ഇവനൊന്ന് ഓനൊന്ന് കുറച്ച് കുന്തിക്കട്ടെ വിചാരിച്ചിട്ടോ. കാരണം ഓൻ ഉറക്കം നിർബന്ധമാണ് എനിക്ക്. പിന്നെ ഞാൻ കുറച്ച് കഞ്ഞി ചൂടുള്ള കഞ്ഞി അവിടെ പാർന്ന് വെച്ചിട്ടുണ്ട് തണുക്കാൻ വേണ്ടിയിട്ട്. ഇനി അവൻ കഞ്ഞി കൊടുക്കണം. അപ്പോൾ ഇത് കണ്ടോ, പച്ചമുളകും ഇട്ടു, മാങ്ങയും തേങ്ങയും കുറച്ച് കറിവേപ്പിൻ്റെ ഉപ്പും. പിന്നെ ഇന്നത്തെ മാങ്ങാ ചമ്മന്തി. ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ, ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.